നമസ്കാരം. വളരെ സമർത്ഥരാണ് നമ്മുടെ കേരള പോലീസ്. അന്യ സംസ്ഥാനങ്ങളിൽ പോലും പോയി അതിസാഹസികമായി അവിടെയുള്ള ഗുണ്ടകളെയും ഒക്കെ നേരിട്ട് പ്രതികളെ തൂക്കിയെടുത്തു കൊണ്ടുവന്ന ചരിത്രമുണ്ട് കേരള പോലീസിന്. ഈ അടുത്ത കാലത്ത് പോലും അത് സംഭവിച്ചിട്ടുണ്ട്. ആ കേരള പോലീസാണ് അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു നാലാം കിട CPM ഗുണ്ടയുടെ കീഴിൽ മുട്ടിടിച്ച് നിൽക്കുന്നത് എന്നോർക്കണം. അർജുൻ ആയങ്കി ആദ്യം കോതമംഗലം SHOക്കെതിരെയാണ് ഭീഷണി മുഴക്കിയത്. ആ കേസിൻ്റെ അന്വേഷണം ഊന്നുകൽ CIക്കായിരുന്നു. പിന്നീട് ഊന്നുകൽ CIക്കെതിരെയും സമൂഹ മാധ്യമത്തിലൂടെ അയാൾ ഭീഷണി മുഴക്കി. ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞ മറുപടി അവനെ വീണ്ടും പ്രകോപിപ്പിച്ചു. മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതോടുകൂടിയാണ് അർജുൻ ആയങ്കിയെ പിടികൂടാൻ ആലുവ റൂറൽ SP KS സുദർശനന്റെ നിർദ്ദേശപ്രകാരം മൂവാറ്റുപുഴ DYSP KR മനോജിന്റെ മേൽനോട്ടത്തിൽ 11 അംഗങ്ങളുള്ള സ്പെഷ്യൽ സ്ക്വാഡിനെ രൂപീകരിച്ചത്. ഊന്നുകൽ ഇൻസ്പെക്ടറായ BS ആദർശും A ഷൈൻകുമാറും 2 SIമാരും 2 ASIമാരും ഉൾപ്പെടെ 11 അംഗ സംഘമാണ് ഇപ്പോൾ ആയങ്കിയെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പുറത്തു വന്ന ഒരു ദൃശ്യത്തിൽ അയാൾ പാലിയേക്കര ടോൾ പ്ലാസ കടന്ന് പോകുന്നതായി കാറിൽ പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലുണ്ട് എന്ന് പറഞ്ഞ് അയാൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് പിന്നാലെ പാഞ്ഞ പോലീസിന് കിട്ടിയത് അയാളുടെ അനുജനെയും അയാളുടെ അനുജന്റെ കാമുകയുമായിരുന്നു. ഈ അർജുൻ ആയങ്കി അവിടെ വിട്ടുപോയി. പക്ഷേ ഇപ്പോഴും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം, അർജുൻ ആയങ്കിയെ കേരള പോലീസ് പിടികൂടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത, അയാൾ മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായി കയറി. അവിടെയുള്ള ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അയാൾ ഏകദേശം ഭക്ഷണം കഴിക്കാനായി ഒരു 10-20 മിനിറ്റെങ്കിലും അയാൾ അവിടെ എടുത്തിട്ടുണ്ടാകുമല്ലോ. ഈ 10-20 മിനിറ്റ് എടുത്തിട്ടും പോലീസിന് അയാളെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതായത് ആഭ്യന്തര വകുപ്പ് ഈ പറയുന്ന CPMൻ്റെയോ CPM നേതാക്കളുടെയോ നിയന്ത്രണത്തിലുള്ളതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. കാരണം അർജുൻ ആയങ്കി പിടിയിലായാൽ അയാൾക്ക് പലരുടെയും കാര്യങ്ങൾ പറയേണ്ടി വരും, ഇവർ പറയിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുൻ ആയങ്കിയെ സുരക്ഷിതനാക്കേണ്ടത് CPM നേതാക്കളുടെ ഒരു ആവശ്യം കൂടിയാണ്. P ജയരാജനും ഈ അർജുൻ ആയങ്കിയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ മുമ്പ് പുറത്തു വന്നതാണ്. സ്വർണം പൊട്ടിക്കലും സ്വർണം കടത്തുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ പുറത്തു വന്നതാണ് ഈ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അപ്പോഴൊന്നും പോലീസ് അർജുൻ ആയങ്കിയെ വലിയ രീതിയിലൊന്നും ഉപദ്രവിച്ചിരുന്നില്ല. അത് അവരുടെ ഭരണമായതുകൊണ്ട് തന്നെ. പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്നത് ജനങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ജനങ്ങളത് വിശ്വസിക്കുകയുമില്ല. ആഭ്യന്തരമന്ത്രി പോലും പറഞ്ഞിട്ട്, ആഭ്യന്തരമന്ത്രി പറയുന്നത് അദ്ദേഹം വളരെ പക്വമായിട്ടുള്ള ഒരു മറുപടിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പോലീസിൻ്റെ പണി ചെയ്യാൻ അറിയാം, അത് പോലീസ് ചെയ്തുകൊള്ളും എന്നാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും പോലീസിൻ്റെ സഹായമില്ലാതെ ഒരിക്കലും അർജുൻ ആയങ്കിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. പോലീസിൻ്റെ ഓരോ നീക്കങ്ങളും അയാൾ അറിയുന്നുണ്ടെന്ന് അയാളുടെ സമൂഹ മാധ്യമത്തിൽ അയാൾ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട്, അതായത് പോലീസിൽ നിന്ന് ആരോ ഇയാൾക്ക് വിവരം ചോർത്തി കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഏകദേശം 10-20 മിനിറ്റോളം എങ്കിലും എടുത്ത അയാളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. ഇനി എവിടെയാണ് ഇന്നലെ അർജുൻ ആയങ്കി താമസിച്ചത്? എങ്ങനെയാണ് അയാൾ റോഡിലിറങ്ങി ഇത്ര ദൂരം സഞ്ചരിച്ച് ആ റെസ്റ്റോറൻറ്റിൽ എത്തിയത്? അർജുൻ ആയങ്കി എന്ന് പറയുമ്പോൾ ഒരു അധോലോക നായകനൊന്നുമല്ല. ഈ കണ്ണൂരിൽ തായം കളിച്ച് വളർന്ന ഒരു നാലാം കിട ഗുണ്ട, ഒരു CPM ഗുണ്ട മാത്രമാണ്. അപ്പോൾ ആ ഒരു ഗുണ്ടയെ പിടിക്കാൻ പോലും കേരള പോലീസിന് കെൽപ്പില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല സാർ, കഴിയില്ല. ജനങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കുകയുമില്ല. അതായത് പോലീസിനുള്ളിൽ തന്നെ ഇവനെ രക്ഷിക്കാനുള്ള ചാരന്മാർ ഉണ്ട് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ പറയുന്നത്. ജനങ്ങൾ അങ്ങനെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളായി പിണറായി വിജയനും CPM നേതാക്കളും പോലീസിനെ ഒരു ടൂളാക്കി ഉപയോഗിക്കുകയായിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും ഇവിടെയും പിന്തുടരുന്നത്. ഇയാളെ പിടികൂടാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ട് പോലും 24 മണിക്കൂറുകളാകാൻ പോകുന്നു. എന്നിട്ട് പോലും അയാളെ പിടികൂടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ സാർ? സാധാരണ ഒരു SHOക്കോ ഒരു SIക്കോ പോലും ഇത്തരം ക്രിമിനലുകളെ പിടിക്കുന്നതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. ഈ അർജുൻ ആയങ്കി പലയിടങ്ങളിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്? അത് ഏത് ആക്സസ് ആണെന്ന് നോക്കി അവിടുത്തെ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അത് ഒരു പക്ഷേ അയാളുടെ കൂട്ടാളികളായിരിക്കാം, അല്ലെങ്കിൽ അയാൾ തന്നെയായിരിക്കാം. എന്തായാലും കേരള പോലീസിന് ഇത് മാനക്കേടാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാതെ വയ്യ. പക്ഷേ ഇതിൽ ഏറ്റവും ആശങ്കയുണർത്തുന്ന ഒരു കാര്യം, പോലീസിൽ തന്നെ ഇവന് ചാരന്മാരുണ്ട്, അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് ചാരന്മാരുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി പോലീസിൻ്റെ നീക്കങ്ങൾ ഇവൻ ആരോ ചോർത്തി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോലീസിലെ ആരോ തന്നെ ഇവനെ സംരക്ഷിക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പുകമറ മാത്രമായി നമുക്കിതിനെ കാണേണ്ടി വരും. അല്ലെങ്കിൽ ഇതിനകം തന്നെ ഈ ക്രിമിനലിനെ എപ്പോഴേ പിടികൂടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പാലിയേക്കര ടോൾ പ്ലാസ കഴിഞ്ഞ് പോയിട്ട് പോലും ഇവൻ്റെ വാഹനം
നമ്പർ ഉൾപ്പെടെ കിട്ടിയിട്ടും അവൻ്റെ സഹോദരൻ്റെയും കാമുകയെയും കിട്ടിയിട്ടും പോലും അവൻ്റെ ഒളിയിടം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഈ പാലിയേക്കര ടോൾ പ്ലാസ അർജുൻ ആയങ്കി പിന്നിട്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അയാളുടെ സഹോദരനെയും കാമുകയെയും പിടികൂടി. അപ്പോൾ അയാൾക്ക് പോകുന്നതിന് ഇത്രയും സമയപരിധിക്കുള്ളിൽ അയാൾക്ക് പോകുന്നതിന് ഒരു പരിധിയുണ്ട്. ഇത്ര ദൂരത്തിനുള്ളിൽ തന്നെ അയാൾ ഉണ്ടാകും. പക്ഷേ എന്നിട്ട് പോലും പോലീസ് അയാളെ പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അതുമാത്രമല്ല, അർജുൻ്റെ സഹോദരന് അറിയാതിരിക്കില്ല അർജുൻ എങ്ങോട്ടാണ് പോയതെന്നുള്ള കാര്യം. ഇതൊക്കെ ഇപ്പോഴും ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് പോലീസിനെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ആഭ്യന്തര വകുപ്പ്, ആഭ്യന്തര മന്ത്രി പോലും പറഞ്ഞിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചിട്ട് പോലും ഇതുപോലെ ഒരു ക്രിമികീടത്തെ കേരള പോലീസിന് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. കേരള പോലീസിൽ നിന്നുള്ള ചാരന്മാർ തന്നെ ഒരുപക്ഷെ ഇവൻ ഈ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, പോലീസ് തന്നെ ഇത്തരത്തിൽ ഒത്തുകളിക്കുമ്പോൾ അത് ആശങ്കയുണ്ടാക്കുന്നതുമാണ്. ഇതുപോലെ ഒരു ക്രിമിനലിനെ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക മാത്രമല്ല, ആഭ്യന്തര വകുപ്പിന് ഒരു സംശയ നിഴലിലാക്കുന്ന ഒരു നടപടി കൂടിയാണ്.